ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപൂർവമായി മാത്രം രംഗത്ത് വരുന്ന കുറുവട്ടൂർ വിഭാഗത്തിന്റെ ജീവാത്മാവും പരമാത്മാവും ഏറ്റവും ഉന്നതനായ നേതാവുമൊക്കെയായ പരമോന്നത നേതാവായ മാന്യദേഹത്തെയാണ്. അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അവകാശവാദങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്കതൊന്ന് കേൾക്കാം. അത് കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് ഇതിനൊന്നും യാതൊരു തർത്തീബുമില്ലല്ലോ. തോന്നിയവൻ ഓരോരുത്തൻ ഓരോന്ന് പറയുന്നേ. എവനൊക്കെ എന്താന്ന് വെച്ചാ ഏത് പറയണം പറയണ്ടെന്നുള്ള ഒരു അന്തമില്ല. ഇവിടുത്തെ മക്കള് വയതറിയണ നോക്കാണ്ടി. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഇത് മുറിച്ചുണ്ടാക്കിയിട്ടൊന്നും ശരിയാകണില്ലല്ലോ നിങ്ങളെ ക്ലിപ്പ്. ഞങ്ങളിടുന്ന ക്ലിപ്പിന്റെ പവർ നോക്കിങ്ങള് അതിനൊക്കെ എത്ര പത്തര മാറ്റാ. എന്തെങ്കിലും ഒരു കാര്യം ചില്ലറാട്ടം അങ്ങോട്ടൊക്കെ മാറ്റാൻ കഴിയോ? നിങ്ങൾ ഉണ്ടിരുന്നതോ 10 സെക്കൻഡ് 20 സെക്കൻഡ്. നിങ്ങൾക്ക് ഇത് ശരിയാകണില്ലല്ലോ. കള്ളത്തരല്ലേ നിങ്ങൾ കാട്ടിക്കൂട്ടണല്ലോ. ഇതന്നെ അള്ളാന്റെ ഔലിയാക്കന്മാരെ കറാമത്ത്, ഇതന്നെ മശായിഖന്മാരെ കറാമത്ത്, മടവൂരിന്റെ കറാമത്താണിത്. നിങ്ങളെയും കൊണ്ടത് പോകും. കേട്ടല്ലോ, വെറും 41 സെക്കൻഡിൽ അദ്ദേഹം പറഞ്ഞ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ്? കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇപ്പോ ഒന്ന് തോന്നിയത് പറയുകയാണ്. അന്തമില്ല എന്നാർക്ക്, നമ്മുടെ പ്രഭാഷകന്മാർക്കും ഉസ്താദുമാർക്കും ഒന്നും അന്തമില്ല, തോന്നിയത് പറയുകയാണ്. മറ്റൊന്ന് മക്കളുടെ വയല്, അവരുടെ വിഭാഗത്തിൽ മക്കളാരൊക്കെയാണ്? ഉഷാദിന്റെയും കുഞ്ഞാമ്മിന്റെയും സമദിന്റെ ഒക്കെ വാദകൾ വളരെ ഉഷാറാണ്, സംഭവമാണ്. വേറൊന്ന് പത്തരം മാറ്റാണ്. നമ്മളിടുന്ന ക്ലിപ്പുകൾ 20 സെക്കൻഡ് 10 സെക്കൻഡൊക്കെ ഉള്ളൂ. അതിനൊന്നും അത്ര ഒരു ഉഷാറ് പോരാ. അവർ പറയുന്ന ക്ലിപ്പുകളൊക്കെ പത്തര മാറ്റാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കുന്നുണ്ട്. ഉഷാദിന്റെ പത്തര മാറ്റ് പച്ചക്കളവ് ആ ക്ലിപ്പിൽ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ കാണിച്ചതാണ്, എന്നാലും കാണിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്ത് തബ്ബത് യദാ അബീ ലഹബിൻ സൂറത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തതും തവസ്സുല്, ഇസ്തിഗാസ, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് മറ്റവസരങ്ങളിലാവാം. വേറൊന്ന് പറയുന്നത് കള്ളത്തരമല്ലേന്ന്. കള്ളത്തരം ആരാ പറയുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഔലിയാക്കളുടെ കറാമത്താണ്, വടവൂരിന്റെ കറാമത്താണ്, വടവൂർ നിങ്ങളെയും കൊണ്ടേ പോകുള്ളൂ എന്ന്. അപ്പൊ ഇങ്ങനെ പ്രസംഗത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ട്, അല്ലെങ്കിൽ ക്ലിപ്പിന് ക്ലാരിറ്റി പോരാതിരിക്കുക എന്നൊക്കെയുള്ളത്, അതിൽ വൈരുദ്ധ്യങ്ങൾ വരിക എന്നൊക്കെയുള്ളത് CM വലിയുള്ളാഹിയുടെയും ഔലിയാക്കളുടെയും കറാമത്താണെങ്കിൽ ഔലിയാക്കളുടെ ആ കറാമത്ത് ഏറെ പ്രകടമായിരിക്കുന്നത് എവിടെയാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കാണാം. മക്കളുടെ പ്രഭാഷണങ്ങളൊക്കെ കുറച്ച് നമുക്ക് കേട്ടിട്ട് അവസാനം ഇടപെടാം. മൂപ്പര് പറയുന്നുണ്ട്, കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ചില കാര്യങ്ങളൊക്കെ പറയും. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവൂല, എനിക്ക് തിരിയില്ല, നിങ്ങൾക്കും തിരിയില്ല. അതിൻ്റെ പേരിൽ ചീത്ത പറയാൻ പാടില്ല. ഇത് കുണ്ടൂർ ഉസ്താദിന് മാത്രമുള്ള നിയമ? ഇത് മറ്റു ഔലിയാക്കൾക്ക് ബാധകല്ലേ? ഇതല്ലേ ഞങ്ങൾ ഈ പറഞ്ഞിരുന്നത്? എന്നാ നിങ്ങൾക്ക് ഈ ബോധം വരിക? എന്നാ കുറുവട്ടൂർ മൗലാന കേട്ടോ, നിങ്ങൾ ആരോമൽ കുട്ടിയുടെ ഒരു പ്രസംഗം കേട്ടില്ല? ഇപ്പൊ 20 സെക്കൻഡ്. ആ 20 സെക്കൻഡിൽ പച്ച നുണ പറയുന്നത്. നമുക്ക് 20 സെക്കൻഡ് മതി. നിങ്ങൾ തീരുമാനമാക്കാൻ 20 സെക്കൻഡോ 10 സെക്കൻഡൊക്കെ മതിയായി. കാരണം അതിൽ തന്നെ ക്ലിപ്പുണ്ട്. നിങ്ങളിപ്പോൾ ഈ 41 സെക്കൻഡിൽ ഇത്രയും തോന്നെ ക്ലിപ്പുകൾ. നിങ്ങളെ പ്രസംഗമൊക്കെ പാടെ ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ പരിപാടി നടക്കുമ്പോൾ നിങ്ങളുടെ പരിപാടി പുറത്ത് വിടാറില്ലല്ലോ. അഥവാ നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ പേഴ്സണലാക്കി വെക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നൗഷാദ് ഇതിൽ പ്രസംഗിച്ചത് എന്താണ്? സുൽത്താനുലമയെ പറ്റിയൊരു പച്ചക്കളവ് പറഞ്ഞു. ആ പച്ചക്കളവ് എന്താണെന്ന് അടുത്ത സുൽത്താനുലമന്റെ ക്ലിപ്പ് ഒന്ന് കേട്ടോക്കി, അപ്പോൾ മനസ്സിലാവും. ആണ് കേൾക്കുന്നിട്ട് ബാക്കി. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ, ആലിമീങ്ങളെ കുറ്റം പറയരുത്. ഇത് രണ്ടും അള്ളാഹു തആല യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞ അത്രയും മോശമായ സംഗതിയാണ്. ഇവിടെ ഉള്ളൂർ ഉസ്താദിനെ പോലെ ചില ആളുകൾ അവർ ചില സമയത്ത് ഇങ്ങനെ പറയുന്നതും ചെല്ലുന്നതും കേട്ടാൽ എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ആക്ഷേപം പറയുകയും അനാവശ്യം പറയുകയും ചെയ്തു പോയാൽ നമ്മളെ ഈമാൻ തെറ്റിപ്പോകും. അതുകൊണ്ട് ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും ആക്ഷേപിക്കുന്നതിലേക്ക് ആരും കടന്നു പോകരുത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തി എൻ്റെ
വാക്കുകൾ നിർത്തുകയാണ്. അപ്പൊ കണ്ടല്ലോ സുൽത്താൻ ഉലമയുടെ ആ ക്ലിപ്പില് സുൽത്താൻ ഉലമ പറഞ്ഞത് എന്താണെന്നുള്ളതും അതിന് കൊടുത്ത നൗഷാദിന്റെ വിശദീകരണം എന്താണെന്നുള്ളതും കേൾക്കുന്ന കാണുന്ന ഏതൊരാൾക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുമെന്നതുകൊണ്ട് അതേക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇനി പരമാത്മാവ് ചെയ്യേണ്ടത് നിങ്ങളെ മക്കൾക്ക്, നിങ്ങളെ തങ്കക്കുടങ്ങളായ മക്കളുണ്ടല്ലോ, പ്രത്യേകിച്ച് നൗഷാദിന് ആ 10 മലക്കുകളുടെ പേരൊന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അവരുടെ ഡ്യൂട്ടി പഠിപ്പിച്ചു കൊടുക്കും. 2ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കൽ തുടങ്ങിയതാണല്ലോ, നമ്മളൊക്കെ 2ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാ. തഫ്സീലു അഷിരിൻ മിൻഹുമു ജിബ്രീലു മീകാലു ഇസ്രാഫീലു അസ്റാഈലു മുൻകർ നക്കീറും റഖീബും വകദാ അതീദു മാലികും വറിദ്വാനുൻ ഖുദാ. മലക്കളുടെ പേരുകളും അതോടൊപ്പം അവരുടെ ഡ്യൂട്ടിയും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും. കാരണം 10 മാറ്റുള്ള പ്രസംഗം ഒന്ന് കേട്ടോക്കിയിട്ട് നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എന്താ ചെവിക്ക് പിടിച്ച് അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കാതെ മലക്കുകളുടെ പേരുകൾ. അത്ര പേജുള്ള കിതാബ് എത്ര വലിപ്പുണ്ടാവും? എടോ മുങ്കർ നക്കീർ എന്റെ 14ാമത്തെ പ്രായപൂർത്തിയായതുപോലെ എഴുതാൻ തുടങ്ങിയില്ലേ? അതിനും വിശ്വാസമല്ലേ? നക്കീബ് അത്തീതല്ല മുങ്കർ നക്കീർ. എന്റെ മരണം വരെ 100 കൊല്ലം ജീവിച്ചത് എഴുതില്ലേ? അത് ഏത് കിതാബിൽ എഴുതിയത്? ഈ പൊട്ടൻ പടുത്ത് പറയുന്നുണ്ട് ലൗഹുൽ മഹ്ഫൂദ് ആരും കാണൂല, അത് അത്രയും വലിയ കിതാബാണ്. ഓ വിചാരിച്ച് ലൗഹ് പറഞ്ഞ 1ാം ക്ലാസ്സിലെ കുട്ടിക്കുള്ള സ്ലേറ്റാണ്. കേട്ടില്ലേ? മലക്കുകളെ കുറിച്ച് 10 മലക്കുകളെ കുറിച്ചുള്ള വിവരം കേട്ടില്ല. 14ാം വയസ്സിൽ പഠിച്ചൽ തുടങ്ങിയതല്ലേ, എഴുതൽ തുടങ്ങിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. ഇവിടുന്ന് അതൊക്കെ പഠിച്ചു പോയതാണ്. നിങ്ങളെ കൂടാരത്തിലെത്തിയപ്പോൾ പിറ്റുള്ള ബുദ്ധിക്കൊക്കെ എന്ത് സംഭവിച്ചു? അപ്പോൾ കറാമത്ത് ഇപ്പം എവിടെ ഉള്ളത്? എവിടെ കറാമത്ത് വെളിവയ്ക്കണത്? പച്ചവെള്ളം പോലെ തെളിയുകയല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് പഠിപ്പിച്ച് കൊടുത്തിട്ട് അതിലിപ്പോൾ കണ്ടോ ഏത് കിതാബിലാണ്ടോ ഇതിൻ്റെ ആ കിതാബിൻ്റെ വലിപ്പം എത്ര ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അതിനെ പരിഹസിക്കുന്നൊരു നിരീശ്വരവാദികളുടെ പോലത്തെ ഒരു സംസാരമല്ലേ നിങ്ങളെ തങ്കക്കൂടം സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് പഠിപ്പിച്ചിട്ട് മതി ഉസ്താദുമാരെ പിന്നെ കുതിര കയറാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നൗഷാദിൻ്റെ വളരെ ചെറിയ 2 സംഗതികൾ മാത്രം ഇട്ടതാണ്. നിങ്ങളുടെ ക്ലിപ്പുകളൊക്കെ ഇടുകയാണെങ്കിൽ സമദിൻ്റെയും കുഞ്ഞാമതിൻ്റെയും ഒക്കെപ്പാടിടുകയാണെങ്കിൽ മണിക്കൂറുകളോളം നീണ്ടുപോകും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇടയ്ക്കൊക്കെ രംഗത്ത് വരണം കേട്ടോ. ഇവിടുത്തെ മക്കള് വയലറിയുന്നത് നോക്കാണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് മുറിച്ചുണ്ടാക്കിയിട്ടൊന്നും ശരിയാകണില്ലല്ലോ നിങ്ങളെ ക്ലിപ്പ്. ഞങ്ങളിടുന്ന ക്ലിപ്പിന്റെ പവർ നോക്കിങ്ങള് അതിനൊക്കെ എത്ര 10 മാറ്റാ. എന്തെങ്കിലും ഒരു കാര്യം ചില്ലറാട്ടം കൊണ്ടൊക്കെ മാറ്റാൻ കഴിയോ? നിങ്ങൾ ഉണ്ടെന്നതോ 10 സെക്കൻഡ് 20 സെക്കൻഡ്. നിങ്ങൾക്ക് ഇത് ശരിയാകണില്ലല്ലോ, കള്ളത്തരല്ലേ നിങ്ങൾ കാട്ടിക്കൂട്ടണല്ലോ. ഇതന്നെ അള്ളാന്റെ ഔലിയാക്കന്മാരെ കറാമത്ത്. ഇനി അവിടുത്തെ മക്കളെ വയലൊന്ന് നോക്കുമ്പോൾ ഞാൻ കാണിച്ചത് അതിന്റെ കോലം. ഞങ്ങളത് ശരിയാവുണ്ടോ ഇല്ലേ? ആരതാണ് 10 മാറ്റ്? ഞങ്ങളത് കള്ളത്തരാണോ അല്ലേ? വെല്ലുവിളിക്കുന്നു ഞാൻ ഇടാൻ പോണ ക്ലിപ്പുണ്ടല്ലോ, അത് തെറ്റാണെന്നോ അത് കട്ടുമുറിച്ചതാണെന്നോ അത് ശരിയല്ല എന്നോ പറയാൻ ആണത്തുള്ള ചങ്കൂറ്റുള്ള ഈ കള്ള ശേഖനടക്കം ഷെയ്ഖിന്റെ മുരീദന്മാരായി ലോകത്ത് ആരൊക്കെ ഉണ്ടോ സർവ്വ ആളുകളെയും വെല്ലുവിളിക്കാണ്. അതാണോ 10 മാറ്റ്? മനസ്സിലായോ? ഞാൻ കാണിച്ചുതരാ എൻ്റെ കുട്ടികളെ വയല് ഓരോന്നോരോന്ന് നോക്കില്ല നമ്മള്. മുട്ടാണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ വാ, നൗഷാദ കട നിൽക്കട്ടെ. നമ്മളൊന്ന് നോക്കുക. ഈ ഷെയ്ഖിനെ വിളിക്കണ്ടേ, മനസ്സിലായോ? കറാമത്തോടെ എന്നൊക്കെ അപ്പൊ നമുക്ക് കാണാം കേട്ടോ. പേറ്റെ മുരീദന്മാര് ഓരോന്നോരോന്ന് പറയട്ടെ. വഫാത്ത് എന്നുള്ള പ്രയോഗം ആദരവോടുകൂടി പ്രയോഗിക്കുന്നതാണ്. ആദരവ് ബിദഅത്തിന്റെ അഹ്ലികാർക്ക് കൊടുക്കരുത്. അതന്നെ ബഹുമാനാണ് വഫാത്ത് എന്നുള്ള പ്രയോഗം. അത് മുമ്പത്തേക്ക് കൊടുക്കാൻ പാടില്ല. ഇതന്നെ ആയിക്കോട്ടെ ആദ്യം. കാരണം അവിടുത്തെ മക്കളിൽപ്പെട്ട ആളുമാണ്, എൻ്റെ അളിയനുമാണ്. ഓൻ പറഞ്ഞ വയലാപ്പത് ഇത് വഫാത്ത് എന്നുള്ള പ്രയോഗം അത് മുബ്തദിക്ക് കൊടുക്കാൻ പാടില്ല. ഒരു മുബ്തദി മരിച്ചാൽ ഓനെ പറ്റി വഫാത്തായി എന്ന് പറയാൻ പാടില്ല. അത് അവർക്ക് ആദരവും ബഹുമാനവും കൊടുക്കാനാണ്. ആദരവും ബഹുമാനവും ഒരു മുബ്തദിന് കൊടുക്കാൻ പാടില്ല എന്നാണ് പയ്യോളി വെച്ചിട്ട് വയല് പറയണ്ടേ. ആര്? എൻ്റെ അവിടുത്തെ മക്കളിൽപ്പെട്ട ഈ ചെങ്ങായി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയുമല്ലേ? എന്നാ എൻ്റെ വലിയ മുരീദുണ്ടല്ലോ മറ്റോനെ, ഓ ആദരവ് കൊടുക്കണ നോക്കിക്കോ. ഏറ്റവും വലിയ പുത്തൻവാദി ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യക്ക് തന്നെ വഫാത്ത് വെച്ചിട്ടുണ്ടോ? അപ്പൊ പുത്തൻവാദി ആദരിക്കാൻ പാടുണ്ടോ? ഇതാ എൻ്റെ മക്കളെ കോലം. സാമ്പിൾ 2-3 ഞാൻ കാണിക്കണുള്ളൂ. 100 കണക്കിന് എൻ്റെ കയ്യിലുണ്ടോ? മനസ്സിലായോ? ആരതാ 10 മാറ്റ്? കട്ടുമുറിച്ചാന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഈ 2 ആൾക്കാരെ പ്രതി നിർത്തിക്കണല്ലോ ഈ ഗ്രൂപ്പില്. ഞങ്ങളെ ഇടത്തും വലത്തും ഓരോന്ന് പറയട്ടെ. കുറച്ച പണി ഉണ്ടാവും, ആലോചിച്ച് പറഞ്ഞോളൂ. ഇനി പറയുമ്പോ ഞങ്ങളെ മുമ്പിൽ നടക്കൂല. ആ കണ്ടോളി. അപ്പൊ ആരാണ് പുത്തൻവാദിക്ക് ആദരവ് കൊടുക്കണമെന്ന് കാണാലോ. ഇതും ഇവന്റെ നിർദ്ദേശത്തിലാണ്.
ഇവൻ സംസാരിക്കുന്നുണ്ട്. മറ്റവനും ഇവന്റെ നിർദ്ദേശത്തിലാണ് സംസാരിക്കണ്ടേ. മൈക്കകളല്ലേ, ഓൻ പറയട്ടെ, ഓൻ കൊടുക്കണ്ടോ ഇല്ലേ നിങ്ങൾ നോക്കി. ഞങ്ങളുടെ ചോദ്യം എന്താണെന്നറിയോ? ഇബ്നു തൈമിയ വഫാത്താകുമ്പോ അവിടെ ഞങ്ങളുടെ നേതാവ് ബഹുമാനപ്പെട്ട ഇമാം സുബുക്കി അവിടെ ഉണ്ട്. അവര് പോയതുണ്ടെങ്കിൽ കൊണ്ടുവാ, അതല്ലേ ചെയ്യേണ്ടത്? ഏറ്റവും വലിയ പുത്തൻവാദി എന്ന് നായികക്ക് 40 വട്ടം നിങ്ങൾ നാക്കിട്ടടിക്കുന്ന ഇബ്നു തൈമിയ തർക്കമില്ലല്ലോ. അപ്പൊ ഇബ്നു തൈമിയക്ക് വഫാത്ത് വെച്ചു കൊടുത്തു. ആദരവിന്റെ ബഹുമാനത്തിന്റെയും വാചകമാണ് അത്. മുബ്തദീന് വെച്ചു കൊടുക്കാൻ പാടില്ല എന്ന് എന്റെ മക്കളിൽപ്പെട്ട ഒരാൾ വയത് പറയുമ്പോ എന്റെ മറ്റേ മോൻ എന്താ പറയണ്ടേ? ഇബ്നു തൈമിയ വഫാത്താകുമ്പോൾ എങ്ങനെയുണ്ട് എന്താ കോലം? കുഞ്ഞേമ്മൊക്കെ വയ്യോന്ന് ചോദിച്ചിനി. എത്തിക്കോളിങ്ങള് പുത്തൻവാദി വഫാത്തായി എന്നുള്ളൊരു പ്രയോഗം, ഒരു ഇമാമ് പറഞ്ഞ പ്രയോഗം കൊണ്ടുവാ എന്ന് അൻവരി ആ പ്രസംഗത്ത് പറഞ്ഞിട്ടില്ലേ? നിഷേധിക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കഴിയൂല ഞങ്ങൾക്ക്. ഇനി ദഹബിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ദഹബി മുബ്തദിയാ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു കസീർ മുബ്തദിയാ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ മുമ്പ് കൽപ്പിച്ച നിഷേധിക്കാൻ കഴിയില്ല. ഷെയ്ഖിനെ വെല്ലുവിളിക്കുന്നുണ്ട്. ഇനി അടുത്ത് കണ്ടോളി. ഇപ്പൊ സാമ്പിളിന് അവിടുത്തെ മക്കളെ വയത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയില്ല എന്നല്ല പറഞ്ഞേ. നല്ല മക്കളാ. ഇപ്പൊ ഞാൻ ഇന്നലെ കാണിച്ചല്ലോ. പിന്നെ എന്റെ വീരന്മാരെ കഥ പറയണോ? നീ കണ്ടോ സാമ്പിളിന്? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്താണ്? അത് ഇസ്തിഖാമത്താണ്. ദുആ ചെയ്തു, മഴ പെയ്തു, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ തീപിടുത്തം, അതൊരു വാക്കുകൊണ്ട് അവർ അമർത്തി. ഇതൊക്കെ കറാമത്തുകളാണെങ്കിലും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ്. ഇയാൾ തന്നെ ആയിക്കോട്ടെ, കാരണം ഇയാള് അവിടുത്തെ മക്കളിൽപ്പെട്ട ആളുമാണ്, അവിടുത്തെ പുതിയാപ്പിളിയാണ്. അപ്പം ഒന്നും കൂടി പവർ കൂടുമല്ലോ. എന്താ ഇയാൾ പറയണ്ടേ? ഇസ്തിഖാമത്താണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത്. ദുആ ചെയ്തു, പെട്ടെന്ന് മഴ പെയ്തു, അല്ലെങ്കിൽ പെട്ടെന്ന് തീപിടുത്തുണ്ടായി, ഒറ്റ വാക്കുകൊണ്ട് അത് അണച്ചു. അതൊന്നുമല്ല ഏറ്റവും വലിയ കറാമത്ത്. ഇസ്തിഖാമത്താണ് ഏറ്റവും വലിയ കറാമത്ത്. ഇതല്ലേ വയല് ഉറച്ചല്ലോ. അത് ഇതേ മോൻ തന്നെ പറഞ്ഞ വയല് കേട്ടോ. അങ്ങോട്ടും കൊണ്ട് തെറ്റിച്ച് കാണിക്കാൻ കഴിയില്ലല്ലേ. എന്താ ഇന്ന് പറഞ്ഞേ, എന്താ നാളെ പറഞ്ഞെന്ന് ഓർമ്മയില്ല. ഇന്നലെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് സ്ഥിരതയില്ലാത്ത ആർക്കാടോ? എന്റെ മുരീദന്മാർക്കല്ലേ. കേട്ടോ, ഇജന്നെ പറഞ്ഞത് ഒന്നുകൂടി ഉണ്ട്. എന്ത്? ഇസ്തിഖാമത്താണ് ഏറ്റവും വലിയ കറാമത്ത് എന്നുണ്ട്. ഈ ഇസ്തിഖാമത്തിനെ ഇയാൾ ചോദ്യം ചെയ്യുന്ന കണ്ടോളി. ഇസ്തിഖാമത്തല്ല ഏറ്റവും വലിയ കറാമത്ത്, അത് ചില ആൾക്കാർ പുതുതായി കെട്ടിയുണ്ടാക്കിയതാണ്. ഇതേ നാവ് കൊണ്ടേ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്തുകളൊക്കെ പറയുമ്പോ കറാമത്തിനെ കൊച്ചാക്കുകയും തങ്ങൾക്കാണെങ്കിൽ കറാമത്തൊന്നും ഉണ്ടാകണമില്ല, ഇങ്ങനെ വരുന്ന ചില ആൾക്കാര് പുതുതായി ചില അധ്യായം കൊണ്ടുവരും. ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഖാമത്താണ്. കേട്ടില്ലേ? അള്ളാഹുവിന്റെ ഔലിയാക്കളെ കറാമത്തൊക്കെ പറയുമ്പം കറാമത്തിനെ കൊച്ചാക്കുകയും അവർക്കാണെങ്കിൽ കറാമത്തൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ഒരു പുതുതായൊരു അധ്യായം കൊണ്ടുവരും. എന്ത്? ഇസ്തിഖാമത്താണ് ഏറ്റവും വലിയ കറാമത്ത്. പുതുതായൊരു അധ്യായമാണ്. ആദ്യം പറഞ്ഞ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് അത് ഇസ്തിഖാമത്താണ്. ഇപ്പൊ പുതുതായി അധ്യായാക്കി. ആ പുതുതായ അധ്യായം കൊണ്ടുവരുന്ന ആരാ? അത് ഞാൻ കാണിച്ചുതരാം. ഒന്ന് ഇവൻ തന്നെ, ഒന്ന് ഇന്നലെ പറഞ്ഞ അളിയന്. മനസ്സിലായോ? ഇവരെന്നെ കൊടുത്തളിയനും കൊണ്ടളിയനും നിങ്ങൾക്കൊക്കെ സ്ഥിരത ഉണ്ടോ? ഇതെന്റെ മോനാ. എന്നാ വാപ്പ പറഞ്ഞിട്ടുള്ളി ഇസ്തിഖാമത്താണ് ഏറ്റവും വലിയ കറാമത്ത്. കളി ഞങ്ങളോട് വേണ്ട, മനസ്സിലാക്കിക്കോളി. വെല്ലുവിളിക്കുമ്പോഴൊക്കെ ആലോചിച്ച് വെല്ലുവിളിച്ചോളി. എല്ലാ സജ്ജീകരണത്തോടു കൂടി ഞങ്ങൾ ഇരിക്കണ്ടേ, വെറുതെ അല്ല ഞങ്ങളോട് മുട്ടാൻ നിൽക്കണ്ടേ. ഇസ്തിഖാമത്താണല്ലോ ഏറ്റവും വലിയ കറാമത്ത്. അത് തന്നെ.